സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മുന്തിരിപ്പേര, അതിൻ്റെ ബഡ്ഡിങ് മുന്തിരിപ്പേരയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ തന്നെ ബഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് മുന്തിരിപ്പേരയുടെ ഇപ്പോൾ ഏകദേശം പഴുത്ത് നിൽക്കുന്ന ഒരു പരുവമാണ്. അതിന് മുമ്പ് വേറൊരു കാര്യം, നമ്മൾ നെക്സ്റ്റ് വീഡിയോ കൊക്കോ കൃഷിയാണ്, കൊക്കോയെ പറ്റിയാണ്. ചൊവ്വാഴ്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ. ഇതിപ്പോൾ മുന്തിരിപ്പേരയാണ്. ഈ മുന്തിരിപ്പേര ഏകദേശം ഒരു 8 മാസം ആയിട്ടുണ്ട് നമ്മളിത് ബഡ് ചെയ്ത്, അതായത് എയർ ലെയറിങ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കുത്തി വെച്ചിരിക്കുന്നതാണ്. ഇതിന് നമുക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അത്യാവശ്യം മൈക്രോ ഫുഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇച്ചിരി ചാണകപ്പൊടി അത്യാവശ്യം, അതുപോലെ ഒരു ഒരാഴ്ചയൊന്നും മഴയില്ലെങ്കിൽ മാത്രം നമുക്ക് വെള്ളം കൊടുക്കുക. ഇത് നമ്മുടെ ഒരു 10 അടി 15 അടി ഹൈറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മണ്ടയിലൊന്ന് ബ്രൂൺ ചെയ്ത് ശരിയായ രീതിയിൽ കൊടുത്താൽ ഇത്രയുള്ള ഏകദേശം മുന്തിരി പരുവമുള്ള പേരക്കകൾ, അതായത് ഭയങ്കര ടേസ്റ്റാണ്, നല്ല മധുരവുമാണ്. അതുപോലുള്ള പേരക്കകൾ നമുക്ക് ധാരാളമായി ലഭിക്കും. നമുക്കിതൊരു ഒരുപാട് പൊങ്ങിയൊന്നും പോകുകയില്ല, വലിയ സൈസും ആകത്തില്ല. ഓരോ പ്രാവശ്യവും കൈ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ നല്ല രീതിയിൽ ബ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഒരു 8 മാസമായ ഒരു തൈയാണ്, നമ്മൾ തന്നെ വെച്ചാണ് വീട്ടിൽ. ആ തൈയാണ് ഈ കാണിക്കുന്നത്. അത്രേ ആയിട്ടുള്ളൂ. ഇതിനെ പ്രത്യേകിച്ച് കിടന്നില്ല മുന്തിരിപ്പേരയ്ക്ക്. ഇപ്പോൾ അടുത്ത കായ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു ചാണകപ്പൊടി മാത്രമേ ഇതിന് ഇട്ട് കൊടുക്കുകയുള്ളൂ. ഇത് നമുക്ക് കിട്ടിയ ഫസ്റ്റ് കായാണ് ഫ്രഷറായി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊക്കെ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇതെല്ലാം പാകമാകും. അപ്പം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന് ചുറ്റിന് അത്യാവശ്യം പിന്നെ നമ്മൾ ഇടുന്നത് കൊന്നച്ചവറാണ്. നമുക്ക് എല്ലാത്തിനും കൊന്നച്ചവറ്, ഏത്തക്കായുടെ തൊലി ഏകദേശം കട്ട് ചെയ്ത് പീസാക്കിയതിന് ശേഷം മണ്ണിൽ മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. നമ്മുടെ ഏറ്റവും വലിയ വളം അതൊക്കെയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് കാർഡ്, അതായത് നമ്മുടെ കൊന്നച്ചവറ് ഇതുപോലുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു വിശുദ്ധമാക്കുന്നത്. ഇതാണ് നമ്മളിപ്പോൾ മുന്തിരിപ്പേര കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്ത് ഇതിൻ്റെ അകഭാഗം കാണിക്കുക. ഏകദേശം ഒരു റെഡ് കളറാണ് ഇതിൻ്റെ അകഭാഗം വരുന്നത്. നമുക്ക് സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ് നമുക്ക് കഴിക്കാനൊക്കെ. സാധാ നാടൻ പോലെയല്ല, നമ്മൾ ബഡ് ചെയ്തുകൊണ്ട് ഇതിന് ഭയങ്കര ടേസ്റ്റും കാര്യങ്ങളുമാണ്. കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റാണ് സാധനം. ആണ് ഈ മുന്തിരിപ്പേരയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല മധുരവും ഉണ്ട്. നമുക്കതിന് നാച്ചുറലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും അടിച്ചിട്ടില്ല, ഒരു രാസവള പ്രയോഗം ഇല്ലാതെ നമ്മൾ വളർത്തിയെടുക്കുന്നതാണ് ഈ മുന്തിരിപ്പേര. ഇതിൻ്റെ വളർച്ചയും കാലാവധിയൊക്കെ ഒരു 8 മാസമുള്ളൂ. നമ്മളിതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മളൊരു ആഴ്ചയിൽ ഒരു 4 ദിവസം കൂടുമ്പോൾ ഇതൊന്ന് നോക്കിയാൽ മാത്രം മതി. ഇതിന് വിലക്കേടുകളോ കാര്യങ്ങളോ അങ്ങനെ കേടുകളൊന്നും സംഭവിക്കില്ല. പുഴുശല്യമോ അങ്ങനെയൊന്നും ഇതിനെ സംഭവിക്കത്തില്ല. ആണ് മുന്തിരിപ്പേര.